everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 63rd lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax. And in this lecture, we are going to continue with the same topic, that is advance payment of tax. കഴിഞ്ഞ ലെക്ചറിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഡെഫേർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. ഇൻട്രസ്റ്റ് ഫോർ ഡെഫേർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 234C ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അതായത് അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിൽ ഡെഫേർമെൻറ്റ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ ഡിലേ വരുത്തുമ്പോൾ പേബിൾ ആകുന്ന ഇൻട്രസ്റ്റിൻ്റെ കേസാണ്. ഫസ്റ്റ് പ്രൊവിഷൻ നോക്കാം. വെയർ ദ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ബൈ ദി അസസി on or before 15th June is less than 15% of tax due on returned income, or the amount of advance tax paid on or before 50th September is less than 45% of tax due on returned income, or the amount of advance tax paid on or before 50th December is less than 75% of tax due on returned income, he shall be liable to pay simple interest at the rate 1% per month for a period of 3 months on the amount of shortfall in each installment. നമ്മൾ അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്സും ഡ്യൂ ഡേറ്റ്സും ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും ഡ്യൂ ഡേറ്റും ആ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും പേബിൾ ആകേണ്ട അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിൻ്റെ പേഴ്സൻറ്റേജും ഡിസ്കസ് ചെയ്തു. സോ ഒരു അസസി ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റ്സിൽ പേബിൾ ആകുന്ന പേഴ്സൻറ്റേജ് ഓഫ് അഡ്വാൻസ് ടാക്സിൽ കുറവാണ് നടത്തുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് എങ്കിൽ ആ ഒരു കേസിൽ പേബിൾ ആകുന്ന ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പ്രൊവിഷൻ പ്രകാരം ഒരു അസസി 50th ജൂണിനോ അല്ലെങ്കിൽ 50th ജൂണിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ 15%-നേക്കാളും കുറവാണ്. അല്ലെങ്കിൽ ഒരു അസസി 50th സെപ്റ്റംബറിനോ അല്ലെങ്കിൽ 50th സെപ്റ്റംബറിന് മുൻപേയോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ 45%-നേക്കാളും കുറവാണ്. അല്ലെങ്കിൽ ഒരു അസസി 50th ഡിസംബറിനോ അല്ലെങ്കിൽ 50th ഡിസംബറിന് മുൻപേയോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ 75%-നേക്കാളും കുറവാണ്. ഈ പറഞ്ഞ 3 ഡ്യൂ ഡേറ്റ്സിൻ്റെ കേസിലും സ്പെസിഫൈ ചെയ്ത പേഴ്സൻറ്റേജിനേക്കാളും കുറവാണ് അസസി നടത്തുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് എങ്കിൽ അസസി സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ലയബിൾ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1% പെർ മന്ത് എന്ന റേറ്റിലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പേഴ്സൻറ്റേജിൽ നിന്നും എത്ര പേഴ്സൻറ്റേജ് കുറവാണോ അസസി പേ ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട്, ആ ഷോർട്ട് ഫോൾ വരുന്ന എമൗണ്ടിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. However, if the advance tax paid on or before 50th June is not less than 12% of the tax due, or the amount of advance tax paid on or before 50th September is not less than 36% of the tax due on returned income, then no interest shall be charged. അതായത് 50th ജൂണിനോ അല്ലെങ്കിൽ 50th ജൂണിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ 12%-നേക്കാളും കുറവല്ല. അല്ലെങ്കിൽ 50th സെപ്റ്റംബറിനോ അല്ലെങ്കിൽ 50th സെപ്റ്റംബറിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ 36%-നേക്കാളും കുറവല്ല. ഈ പറഞ്ഞ 2 കേസിലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടതില്ല. ക്ലിയർ?
The second portion is if the advance tax paid by an assessee on the current income on or before 50th March is less than the tax due on the returned income, simple interest at the rate 1% on the amount of shortfall shall be levied. അതായത് 50th മാർച്ചിനോ അല്ലെങ്കിൽ 50th മാർച്ചിന് മുൻപായോ ഒരു അസസി കറണ്ട് ഇൻകത്തിൽ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിനേക്കാളും കുറവാണ് എങ്കിൽ ആ ഷോർട്ട് ഫോൾ വന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൽ 1% എന്ന റേറ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ലെവി ചെയ്യേണ്ടതാണ്. ഓക്കെ. ആൻഡ് ദ തേർഡ് പ്രൊവിഷൻ ഇസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എലിജിബിൾ ബിസിനസ് റെഫർഡ് ടു ഇൻ സെക്ഷൻ 44 AD who is liable to pay advance tax has failed to pay such tax or the advance tax paid on its current income on or before the 50th day of March is less than the tax due on the returned income, the assessee shall be liable to pay simple interest at the rate of 1% on the amount of shortfall. അതായത് സെക്ഷൻ 44ADയിൽ റെഫർ ചെയ്യുന്ന എലിജിബിൾ ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ ലയബിലിറ്റി ഉള്ള പേഴ്സൺ ഈ പറഞ്ഞ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നില്ല, ഹി ഹാസ് ഫെയിൽഡ് ടു പേ സച്ച് ടാക്സ്, അല്ലെങ്കിൽ 50th മാർച്ചിനോ അല്ലെങ്കിൽ 50th മാർച്ചിന് മുൻപായോ ഈ എലിജിബിൾ ബിസിനസ്സിൻ്റെ കറണ്ട് ഇൻകത്തിൽ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിനേക്കാളും കുറവാണ് എങ്കിൽ അസസി സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ലയബിൾ ആണ്. ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് 1% എന്ന റേറ്റിലാണ്. ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്നും എത്ര കുറവാണോ അഡ്വാൻസ് ടാക്സ് പേ ചെയ്തത് ആ ഷോർട്ട് ഫോൾ വരുന്ന എമൗണ്ടാണ്. ഓക്കെ. ഇനി ഒരു എക്സ്പ്ലനേഷൻ ആണ് ടാക്സ് ഡ്യൂ ഓൺ ദ റിട്ടേൺഡ് ഇൻകം എന്താണെന്നുള്ളത്. Tax due on the returned income shall mean the tax chargeable on the total income declared in the return of income furnished by the assessee for the relevant assessment year for which the advance tax is paid or payable after deducting the following amounts. Tax due on the returned income എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത അല്ലെങ്കിൽ പേബിൾ ആകുന്ന അസസ്മെൻറ്റ് ഇയർ ഏതാണോ ആ റിലവൻ്റ് അസസ്മെൻറ്റ് ഇയറിൽ അസസി ഫർണിഷ് ചെയ്യുന്ന റിട്ടേൺ ഓഫ് ഇൻകത്തിൽ ഡിക്ലെയർ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ ചാർജബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടിൽ നിന്നും ഇനി പറയുന്ന എമൗണ്ട്സ് കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആണ് ടാക്സ് ഡ്യൂ ഓൺ ദ റിട്ടേൺഡ് ഇൻകം. ഏതൊക്കെ എമൗണ്ട്സ് ആണ് ഡിഡക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എനി ടാക്സ് ഡിഡക്റ്റബിൾ ഓർ കളക്റ്റബിൾ അറ്റ് സോഴ്സ് ഓൺ എനി ഇൻകം വിച്ച് ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ ഇൻകം. അതായത് ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷനിൽ എടുത്ത ഏതെങ്കിലും ഇൻകത്തിൽ ചാർജബിൾ ആകുന്ന TDSൻ്റെയോ TCSൻ്റെയോ എമൗണ്ട്. എനി റിലീഫ് ഓഫ് ടാക്സ് അലോഡ് അണ്ടർ സെക്ഷൻ 89, സെക്ഷൻ 90, സെക്ഷൻ 90A, സെക്ഷൻ 91. അതായത് സെക്ഷൻ 89 പ്രകാരമോ സെക്ഷൻ 90 പ്രകാരമോ സെക്ഷൻ 90A പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 91 പ്രകാരമോ അലോ ചെയ്യുന്ന റിലീഫ് ഓഫ് ടാക്സ്. എനി ടാക്സ് ക്രെഡിറ്റ് അലോഡ് ടു ബി സെറ്റ് ഓഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 115JAA ഓർ സെക്ഷൻ 115JD. അതായത് സെക്ഷൻ 115JAAയിലോ സെക്ഷൻ 115JDയിലോ സ്പെസിഫൈ ചെയ്യുന്ന പ്രൊവിഷൻസ് അനുസരിച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ അലോ ചെയ്യുന്ന ഏതെങ്കിലും ടാക്സ് ക്രെഡിറ്റ്. ഈ പറഞ്ഞ എമൗണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ റിട്ടേൺ ഓഫ് ഇൻകത്തിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻകത്തിൽ ചാർജബിൾ ആകുന്ന ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ടാക്സ് ഡ്യൂ ഓൺ ദ റിട്ടേൺഡ് ഇൻകം കിട്ടുന്നത്. ക്ലിയർ? We will discuss the balance portion under advance payment of tax in the next lecture. Thank you.